ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ് ആണ്. അപ്പോൾ കൊട്ടേഷൻ മാർക്സ് നമുക്ക് ഇംഗ്ലീഷ് സെൻറ്റൻസസിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ആദ്യത്തെ സെൻറ്റൻസ് ആണ്, വെൻ ദ സ്റ്റോം എൻഡഡ് വി വാക്ക്ഡ് ബാക്ക് ടു ദ ഹൗസ്. അപ്പോൾ ഇത് രണ്ട് സെൻറ്റൻസ് ആണ്. അപ്പോൾ രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആക്കണം. അപ്പോൾ വെൻ ദ സ്റ്റോം എൻഡഡ്, അപ്പോൾ ആ എൻഡഡ് കഴിയുമ്പോൾ നമ്മൾ കോമ ഇടണം. അത് കഴിഞ്ഞ് അടുത്ത സെൻറ്റൻസ് ചെയ്താവും, അത് കഴിഞ്ഞ് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം. ഇപ്പോൾ രണ്ട് സെൻറ്റൻസസിനെ നമ്മൾ ഇത് സെപ്പറേറ്റ് ആക്കുമ്പോൾ അവിടെയാണ് കോമ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഒക്സാന ക്യാൻ യു ഫിനിഷ് ദ റിപ്പോർട്ട് ടുഡേ. അപ്പോൾ ഒക്സാന നമ്മൾ ഒരാളെ വിളിക്കുക, ഇതൊരു ഡയറക്റ്റ് അഡ്രസ്സാണ്, ഒരാളുടെ പേര് വിളിക്കുവാണ്. അപ്പോൾ അവിടെ ഒക്സാന കഴിഞ്ഞിട്ട് നമ്മൾ കോമ ഇടണം. അത് കഴിഞ്ഞ് ക്യാൻ യു ഫിനിഷ് ദ ഹോംവർക്ക് ടുഡേ, അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്കാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ദ ഓൾഡ് ക്രാക്ഡ് പേയ്മെൻറ്റ് ഒറിജിനലി ലേഡ് ഇൻ 1990 വാസ് കവേഡ് ഇൻ ലീവ്സ്. അപ്പോൾ അത് ഒരു 2-3 സെൻറ്റൻസ് ആണ് വരുന്നത്. അതായത് ദ ഓൾഡ് അത് കഴിഞ്ഞ് കോമ, ക്രാക്ക്ഡ് പേയ്മെൻറ്റ് അത് കഴിഞ്ഞ് കോമ, ഒറിജിനലി ലേഡ് ഇൻ 1990 അത് കഴിഞ്ഞ് കോമ, പിന്നെ ലാസ്റ്റ് സെൻറ്റൻസ് എഴുതാം. അപ്പോൾ അതൊരു എക്സ്ട്രാ സെൻറ്റൻസ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് ഇടണം. അപ്പോൾ ഓരോ സെൻറ്റൻസ് കഴിയുമ്പോഴും നമ്മൾ കോമ യൂസ് ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് ഇടേണ്ടത് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, therefore we will send the documents immediately. അപ്പോൾ therefore എന്നുള്ളത് ഒരു ലിങ്കിങ് വേർഡാണ്. നമ്മൾ ഇംഗ്ലീഷ് സെൻറ്റൻസിനെ ലിങ്ക് ചെയ്യാനായിട്ട് ഈ therefore ഇങ്ങനത്തെ വേർഡ്സുകളൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ആ therefore കഴിഞ്ഞാണ് അവിടെ കോമ യൂസ് ചെയ്യണം. പിന്നെ we will send the documents immediately. അപ്പോൾ അത് കഴിഞ്ഞ്, അപ്പോൾ അതൊരു ഫുള്ളായി ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ആ സെൻറ്റൻസ് കഴിഞ്ഞിട്ടാണ് നിങ്ങളവിടെ ഒരു ഫുൾ സ്റ്റോപ്പാണ് ഇടേണ്ടത്. പിന്നെ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇൻ ദിസ് കേസ് ഹവർ വി വിൽ സെൻഡ് ദ ഡോക്യുമെൻറ്റ്സ് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ അതൊരു 3 സെൻറ്റൻസ് ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ അത് ഓരോന്ന് കഴിയുമ്പോഴും നമ്മൾ കോമ ഇടണം. ഇൻ ദിസ് കേസ് അത് കഴിഞ്ഞ് കോമ ഇടാം. പിന്നെ ഹവർ അത് കഴിഞ്ഞ് കോമ ഇടണം. പിന്നെ അത് ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടണം. അപ്പോൾ ഓരോന്നിനെയും നമ്മൾ ഡിവൈഡ് അതിനെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിലും നമ്മൾ കോമ യൂസ് ചെയ്യണം. പിന്നെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, യു മസ്റ്റ് സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ ദെയർഫോർ യു ഹാവ് അണ്ടിൽ ഫ്രൈഡേ ടു ഡു ദിസ്. അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, യു മസ്റ്റ് സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ, അവിടെ സെമിക്കോളോൺ ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ദെയർഫോർ കഴിഞ്ഞാൽ കോമ ഇടണം. യു ഹാവ് അണ്ടിൽ ഫ്രൈഡേ ടു ഡു ദിസ്, അപ്പോൾ അത് ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞു, അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം. അപ്പോൾ സാധാരണ സെമിക്കോളോൺ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് സെൻറ്റൻസിന് തന്നെ നിൽക്കാൻ സ്റ്റാൻഡ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുമെങ്കിൽ, ഇപ്പോൾ രണ്ട് റിലേറ്റഡ് ആയ സെൻറ്റൻസ് ആണ്. അപ്പോൾ ഓരോന്നിനും